ഇപ്പോൾ കുറച്ചു കാലമായിട്ട് കേരളത്തിൽ CPM-ന് BJP-യോടൊരു അമിതമായിട്ടുള്ളൊരു ഇഷ്ടം കാണുന്നുണ്ട്. സർക്കാരിനൊരു നയമില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതായത് CPM-ന് നടപ്പാക്കണമെന്നും CPI-ക്ക് നടപ്പാക്കാൻ പാടില്ല എന്നാണ്. ഇതിപ്പോൾ കുറച്ചു കാലമായിട്ട് കേരളത്തിൽ CPM-ന് BJP-യോടൊരു അമിതമായിട്ടുള്ളൊരു ഇഷ്ടം കാണുന്നുണ്ട്. അത് ഒരു പക്ഷേ അടുത്ത ലോക്കൽ ബോഡി ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും ആയിരിക്കാൻ കാരണം. അപ്പോൾ അതിനവരെ സന്തോഷിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് CPI-യേക്കാൾ ഞങ്ങൾക്ക് വിശ്വാസം BJP ആണ് എന്ന് കാണിക്കുന്ന രീതിയിൽ ഇപ്പോൾ ഈ PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ബിനോയ് വിശ്വത്തിൻ്റെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. വെറുതെ പ്രതിഷേധം വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തം പാർട്ടി നയം പോലും നടപ്പാക്കാൻ കഴിയാത്തൊരു പാർട്ടി, അങ്ങനത്തെ ഒരു പാർട്ടിയുടെ ആവശ്യമുണ്ടെന്ന് അദ്ദേഹം തീരുമാനിക്കുക. കാരണം എല്ലാ CPM ആണ് തീരുമാനിക്കുന്നത്, പിണറായി വിജയനാണ് തീരുമാനിക്കുന്നത്. ഇവിടെ CPI-ക്ക് ഒരു വോയിസും ഇല്ല. കോൺഗ്രസിനോടൊപ്പം നിന്നപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം ഉൾപ്പെടെ വഹിച്ചൊരു പാർട്ടിയാണ് ഇന്ന് ഈ ഗതികേട് എത്തിയിട്ടുള്ളത്. അല്ല, എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കും. കഴിഞ്ഞ ദിവസം ഈ വിശ്വാസ സംരക്ഷണ മന്ത്രത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ആദ്യം എത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നീട് പരിപാടി പങ്കെടുത്തു. അങ്ങനെ എന്തെങ്കിലും എതിർപ്പുകൾ ഉണ്ടായിരുന്നോ? ഇല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ ലൈസൻ കമ്മിറ്റി കൺവീനറോട് പറഞ്ഞിട്ടാണ് പോയത്. അന്ന് മലയാള മാസം 1-ാം തീയതി ആയതുകൊണ്ട് കാലത്ത് ദർശനത്തിന് വേണ്ടി പോയതാണ്. അതുകൊണ്ട് അന്ന് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ചാനലിലൊക്കെ കാലത്ത് മുതൽ ഇതിങ്ങനെ പ്രക്ഷേപണം ചെയ്യാൻ തുടങ്ങിയപ്പോൾ വളരെ പ്രയാസപ്പെട്ടിട്ടാണെങ്കിൽ അവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞു. അതുകൊണ്ട് അത് ഈ പ്രതിഷേധം അതുമായിട്ട് ബന്ധവുമില്ല. മറ്റേ ഇത് ശബരിമലയുടെ വിശ്വാസ സംരക്ഷണത്തിൻ്റെ കാര്യമാണ്. അതല്ലാതെ അത് പാർട്ടിയിലെ പുനഃസംഘടനയായിട്ട് അതിനെ കൂട്ടിക്കുഴയ്ക്കുന്നത് ശരിയല്ല. ഏതായാലും പങ്കെടുക്കാൻ കഴിഞ്ഞു. അത് വളരെ നല്ല രീതിയിൽ തന്നെ ആ 1-ാം ഘട്ട സമരം അവസാനിച്ചു. ഇനി 2-ാം ഘട്ട സമരം ഉടനെ ആരംഭിക്കും. അല്ല, എല്ലാ കാര്യങ്ങളും ചർച്ചയിലൂടെ പരിഹരിക്കും.